അറിഞ്ഞിട്ടാ പാർവതി ചിലക്കുന്നേ. സ്റ്റേജിന്റെ മുമ്പിൽ നടക്കുന്ന നാടകം മാത്രമേ അവൾക്ക് അറിയത്തുള്ളൂ, അഥവാ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്റ്റേജിന്റെ പുറകിലെ ഗംഭീര നാടകം നടക്കുന്നു. അത് കാണാനുള്ള മനസ്സുണ്ടെങ്കിൽ കാത്തിരുന്ന് നീ കണ്ടു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും ഇവിടെ നടക്കുന്നൊക്കെ വെറും ഒരു പുകമറയായിരുന്നെന്ന്. അല്ലെങ്കിലും മനോഹരേട്ടൻ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. മനോഹരേട്ടൻ ഒരിക്കലും ദേവികയല്ലാതെ വേറെ ആരെയും അംഗീകരിക്കില്ലല്ലോ. ഇതുവരെ അനുഭവിച്ചത് കൊണ്ടൊന്നും പഠിച്ചില്ല. എന്ത് ചെയ്യാൻ പറ്റും? ശരത്ത് മോനെ, നീ ഒരു ആൺകുട്ടിയെ ഉശിരുള്ളവരാ. ഓ, എസ് ഐയോട് അത്രയും പറയാനുള്ള ചങ്കൂറ്റം നീ കാണിച്ചല്ലോ. എന്റെ മോനെ, നിന്നോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. ആ ചന്ദ്രലേഖ മോളോടും. ശരത്തേട്ടന്റെ വാക്ക് കേട്ട് ആ എസ് എ റൂബി പോയിരുന്നെങ്കിലേ അച്ഛനെ അവര് പറയുന്ന സ്ഥലത്ത് എത്തിക്കുമായിരുന്നോ? എവിടെ? ഞാനത് ആ സമയത്ത് രക്ഷപ്പെടാൻ ഒരു സൂത്രം പ്രയോഗിച്ചല്ലേ. നമ്മുടെ അച്ഛനെ നമ്മളങ്ങനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കൂ? ഇതും സൂത്രമല്ലല്ലോ അല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? എന്താ അങ്ങനെ ചോദിച്ചത്? വെറുതെ ഒരു രസം.